Cut. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ ബെസ്റ്റ് കപ്പിക്സിലേക്ക് സ്വാഗതം. ഞാൻ നിവേദ്. നമ്മളിന്ന് 6 ലക്ഷത്തിന് താഴെയുള്ള AMT അതായത് ഓട്ടോമാറ്റിക് കാറുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് 4 കാറുകളാണ്: ടാറ്റ ടിയാഗോ, മാരുതി സുസുക്കി വാഗണാർ, സെലേറിയോ, ഹ്യുണ്ടായി സാൻഡ്രോ. ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് AMT എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. AMT എന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് AMTയുടെ ഫുൾ ഫോം. സാധാരണ കാണാവുന്ന മാനുവൽ ട്രാൻസ്മിഷൻ കാറ് തന്നെ ഒരു കിറ്റ്, അതായത് 3 ആക്ച്വേറ്റേഴ്സും കുറച്ച് സെൻസേഴ്സും ഒക്കെ അടങ്ങുന്നൊരു കിറ്റ് ഉപയോഗിച്ച് AMT ട്രാൻസ്മിഷനിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ കാറ് തന്നെ AMTയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിതിൽ അധികം ചിലവ് വരുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച മാനുവൽ ട്രാൻസ്മിഷൻ കാറുകളിലും വില കുറവാണെന്നല്ല. അതിലും നമുക്ക് ഓൾമോസ്റ്റ് 40 മുതൽ 60,000 രൂപ വരെ ഈ സെഗ്മെൻറ്റിലുള്ള കാറുകൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അതേസമയം CVT അല്ലെങ്കിൽ DCT ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 മുതൽ 1.25 ലക്ഷം രൂപ വരെ ആയിരിക്കും മാനുവൽ ട്രാൻസ്മിഷൻ കാറിലും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. അടുത്തതായി AMT ട്രാൻസ്മിഷനോട് കൂടിയ കാറ് ആർക്കൊക്കെ ഉള്ളതാണ് എന്ന് പറയാം. നിങ്ങൾ രാവിലെ ഓഫീസിലോ കോളേജിലോ എവിടെയാണോ പോകുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നേരം സിറ്റി ട്രാഫിക്കിൽ കിടക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാനുവൽ ട്രാൻസ്മിഷൻ കാറാണുള്ളതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതേസമയം നിങ്ങളുടെ കയ്യിൽ AMT കാറാണുള്ളതെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ ക്രീപ്പ് ഫംഗ്ഷനുണ്ട്. ക്രീപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓൾമോസ്റ്റ് 10 മുതൽ 15 കിലോമീറ്റർ സ്പീഡ് വരെ ഫ്രണ്ടിലേക്ക് മെല്ലെ നിരങ്ങാൻ തുടങ്ങും. അപ്പോൾ ട്രാഫിക്കിലൊക്കെ വളരെ എളുപ്പമായിരിക്കും. സിറ്റി ട്രാഫിക്കിലൂടെയാണ് നിങ്ങൾക്ക് രാവിലെ വണ്ടി ഓടിക്കേണ്ടതെങ്കിൽ AMT ട്രാൻസ്മിഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് ഹൈവേയിൽ ഓടിക്കാനാണ് കാർ വേണ്ടതെങ്കിൽ ഒരിക്കലും AMT ട്രാൻസ്മിഷൻ എടുക്കരുത്. കാരണം AMT ട്രാൻസ്മിഷൻസ് എപ്പോഴും ഭയങ്കര ലാഗി പെർഫോമൻസ് ആയിരിക്കും മാനുവലിനോട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ നിങ്ങൾ ഹില്ലി ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിലും ഒരിക്കലും AMT എടുക്കരുത്. കാരണം AMT ട്രാൻസ്മിഷൻസിൽ ഹിൽ ഹോൾഡ് കൺട്രോൾ സാധാരണഗതിയിൽ ഈ സെഗ്മെൻറ്റിലുള്ള കാറുകളിൽ ഉണ്ടാവാറില്ല. ഹിൽ ഹോൾഡ് കൺട്രോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് വണ്ടി പിന്നിലേക്ക് പോവില്ല. ഈ ഫംഗ്ഷൻ സാധാരണഗതിയിൽ AMT കാറുകളിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഹില്ലി ഏരിയകളിലാണ് താമസിക്കുന്നതെങ്കിൽ AMT ട്രാൻസ്മിഷൻസ് എടുക്കരുത്. അതിന് വേറെ ഒരു കാരണം കൂടെ. AMT ട്രാൻസ്മിഷൻസിൽ എപ്പോഴും അപ്പ് ഷിഫ്റ്റ്സ് വളരെ പെട്ടെന്നും ഡൗൺ ഷിഫ്റ്റ്സ് വളരെ മെല്ലെ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കയറ്റം കയറുകയാണെങ്കിൽ വണ്ടിയുടെ ഗിയർ പെട്ടെന്ന് തന്നെ അപ്പായി പോകും. അപ്പോൾ വണ്ടി അവിടെ ഓഫായി പോകാനും നിങ്ങൾ പുറകിലേക്ക് നിരങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹില്ലി ഏരിയസിൽ AMT കാറുകൾ എടുക്കരുത് എന്ന് പറയുന്നത്. അടുത്തതായി 6 ലക്ഷം രൂപ എക്സ്ഷോറൂമിന് താഴെയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ ഏതൊക്കെ കാറുകൾ എടുക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് AMTനെ കുറിച്ചും CVTയും AMTയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. കാരണം അടുത്ത നമ്മുടെ വീഡിയോ AMT CVT കമ്പാരിസൺ, അതുപോലെ തന്നെ CVT ഗിയർ ബോക്സും AMT ഗിയർ ബോക്സും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹ്യുണ്ടായി സാൻഡ്രോ, മാരുതി സുസുക്കി വാഗണാർ, ടാറ്റ ടിയാഗോ, മാരുതി സുസുക്കി സെലേറിയോ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ ക്വിഡ് അല്ലെങ്കിൽ എസ്പ്രസ്സോ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ 4 വണ്ടികളുടെ കമ്പാരിസൺ നോക്കാം. ഡയമെൻഷൻസിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഡയമെൻഷൻസ് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നീളം കുറഞ്ഞ വണ്ടി സാൻഡ്രോ ആണ്. ഏറ്റവും നീളം കൂടിയ വണ്ടി ടിയാഗോയും. നീളം മാത്രമല്ല, വിഡ്ത്തും ഏറ്റവും കൂടുതൽ ടിയാഗോയ്ക്ക് തന്നെയാണ്. ഏറ്റവും വിഡ്ത്ത് കുറഞ്ഞ വണ്ടി സെലേറിയോ ആണ്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ വാഗണാറിനാണ് ഏറ്റവും കൂടുതൽ വീൽ ബേസ്. സാൻഡ്രോയ്ക്കും ടിയാഗോയ്ക്കുമാണ് ഏറ്റവും കുറവ് വീൽ ബേസ്. ആക്ച്വലി സാൻഡ്രോയുടെയും ടിയാഗോയുടെയും വീൽ ബേസ് സെയിം ആണ്. വീൽ ബേസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ സെൻറ്ററും ബാക്കിലത്തെ വീലിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണിത്. അത് കൂടുന്നതനുസരിച്ച് ക്യാബിൻ സ്പേസും കൂടും. വണ്ടികളുടെ ബൂട്ട് സ്പേസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിക്കിയിൽ ഉള്ള സ്പേസ് കമ്പയർ ചെയ്യുകയാണെങ്കിലും വാഗണാറിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ. സാൻഡ്രോയ്ക്കും സെലേറിയോയ്ക്കും ഒരേ ബൂട്ട് സ്പേസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ടിയാഗോയ്ക്കാണ് ഏറ്റവും കൂടുതൽ, സാൻഡ്രോയ്ക്കാണ് ഏറ്റവും കുറവ്. അടുത്തതായി എൻജിൻ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ടിയാഗോയ്ക്ക് 1.2 ലിറ്റർ എഞ്ചിനാണ്, 84 bhp ആണ് അതിൻ്റെ പവർ. സാൻഡ്രോയുടെ 1.1 ലിറ്റർ എഞ്ചിനും 68 bhp മാത്രമാണ് അതിൻ്റെ പവർ. സെലേറിയോ 1 ലിറ്റർ എഞ്ചിനാണ്, 67 bhp ആണ് അതിൻ്റെ പവർ. വാഗണാർ 2 എഞ്ചിൻ ഓപ്ഷൻസോടെയാണ് വരുന്നത്. ഒന്ന് ഒരു 1 ലിറ്റർ 67 bhp കൂടിയ എഞ്ചിൻ, അടുത്തത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇത് നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന അതേ എഞ്ചിനാണ്. 82 bhp ആണ് ഇതിൻ്റെ പവർ.
ഈ കൂട്ടത്തിൽ ടിയാഗോയ്ക്കാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത്, സാൻഡ്രോയ്ക്കാണ് ഏറ്റവും കുറവ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ക്ലെയിം ചെയ്യുന്ന അത്രയും മൈലേജ് കിട്ടണമെന്നില്ല, നിങ്ങളുടെ ഡ്രൈവിംഗ് ബിഹേവിയർ അനുസരിച്ച് മൈലേജ് വേരി ചെയ്യും. വണ്ടിയുടെ എഞ്ചിനിലുള്ള സിലിണ്ടേഴ്സിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിലും സാൻഡ്രോയുടെ 4 സിലിണ്ടർ എഞ്ചിനാണ്, ടിയാഗോയുടെയും സെലേറിയോയുടെയും 3 സിലിണ്ടർ എഞ്ചിനാണ്. വാഗണാറിൻ്റെ 1.2 ലിറ്റർ എഞ്ചിൻ 4 സിലിണ്ടറാണ്, 1 ലിറ്റർ എഞ്ചിൻ 3 സിലിണ്ടറാണ്. സാധാരണഗതിയിൽ 4 സിലിണ്ടർ എഞ്ചിന് 3 സിലിണ്ടർ എഞ്ചിനേക്കാളും റിഫൈൻമെൻറ്റ് ലെവൽ കൂടുതലായിരിക്കും. അടുത്തതായി ഈ 4 വണ്ടികളുടെ ഏതൊക്കെ വേരിയൻ്റാണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നത് എന്ന് നോക്കാം. സാൻഡ്രോയുടെ മാഗ്ന അല്ലെങ്കിൽ സ്പോർട്സ് വേരിയൻറ്റ് 6 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ എക്സ് ഷോറൂമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 6,06,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് സ്പോർട്സ് വേരിയൻറ്റിൻ്റെ. മാഗ്ന വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 5,60,000 രൂപയാണ്. സാൻഡ്രോയുടെ മാഗ്ന വേരിയൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ടച്ച് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കിട്ടും, സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ആയിരിക്കും, ഫോഗ് ലാംപ്സ് അവൈലബിൾ ആയിരിക്കില്ല, പാർക്കിംഗ് സെൻസേഴ്സും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഓൾ 4 പവർ വിൻഡോസ് അവൈലബിൾ ആയിരിക്കും. സ്റ്റിയറിംഗ് കോളം അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല, ഡ്രൈവർ സീറ്റും അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല, അതായത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. 14 ഇഞ്ച് വീൽസ് ആയിരിക്കും, വീൽ കവേഴ്സും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾ സ്പോർട്സ് വേരിയൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഫോഗ് ലാംപ്സ്, 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 14 ഇഞ്ച് വീൽസ് വിത്ത് വീൽ കവേഴ്സ്, ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ആൻഡ് ORVM ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. അടുത്തത് ടാറ്റ ടിയാഗോയിൽ ഏതൊക്കെ വേരിയൻറ്റ് കൺസിഡർ ചെയ്യാൻ നോക്കാം. ടാറ്റ ടിയാഗോയിൽ 2 വേരിയൻ്റാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്, XZA പ്ലസ് XZA. നമ്മളിന്ന് കൺസിഡർ ചെയ്യുന്നത് XZA വേരിയൻ്റ് ആണ്, ടോപ്പിൻ്റെ ഒരെണ്ണം താഴത്തുള്ള വേരിയൻ്റ് ആണ്. XZA വേരിയൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, റെയർ പാർക്കിംഗ് സെൻസേഴ്സ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് അലോയ് വീൽസിൻ്റെ ലുക്ക് തരുന്ന വീൽസും അവൈലബിൾ ആയിരിക്കും. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD, കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ. കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഫീച്ചർ ടിയാഗോയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തതായി ടിയാഗോയുടെ പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ 6,20,000 ആണ് എക്സ് ഷോറൂം വരിക. മാരുതി സുസുക്കി വാഗണാറാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ VXI വേരിയൻറ്റും ZXi വേരിയൻറ്റും നോക്കാവുന്നതാണ്. VXI വേരിയൻറ്റിൽ നോൺ ടച്ച് മ്യൂസിക് സിസ്റ്റം വിത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, 14 ഇഞ്ച് വീൽസ് വിത്ത് വീൽ കവേഴ്സ്, 2 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിൽ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD ഇത് അവൈലബിൾ ആയിരിക്കും. ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല, പക്ഷേ സ്റ്റിയറിംഗ് കോളം ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ ZXi വേരിയൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM, ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVM, ഫ്രണ്ട് ഫോഗ് ലാംപ്സ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ORVM, റെയർ വൈപ്പർ വിത്ത് വാഷർ, റെയർ പാർക്കിംഗ് സെൻസേഴ്സ് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. റെയർ ക്യാമറ വാഗണാറിൻ്റെ ഒരു വേരിയൻറ്റിലും അവൈലബിൾ അല്ല. വാഗണാറിൻ്റെ പ്രൈസിങ് നോക്കുമ്പോൾ 1 ലിറ്റർ VXI വേരിയൻറ്റിൻ്റെ പ്രൈസ് 5,37,000, 1.2 ലിറ്റർ VXI വേരിയൻറ്റിൻ്റെ പ്രൈസ് 5.67 lakhs, ZXi 1.2 ലിറ്റർ വേരിയൻറ്റിൻ്റെ പ്രൈസ് 6,04,000 ആണ്. വാഗണാറോ സെലേറിയോ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഓപ്ഷണൽ വേരിയൻറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഓപ്ഷണൽ വേരിയൻറ്റിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ് അവൈലബിൾ ആയിരിക്കും. ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ് പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓപ്ഷണൽ വേരിയൻറ്റിന് സാധാരണ വേരിയൻറ്റിനേക്കാളും 8,000 മുതൽ 10,000 രൂപ വരെ കൂടുതൽ വരുന്നുള്ളൂ. മാരുതി സുസുക്കി സെലേറിയോ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ VXI വേരിയൻറ്റും ZXi വേരിയൻറ്റും കൺസിഡർ ചെയ്യാവുന്നതാണ്. VXI വേരിയൻ്റ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് വളരെ ബേസിക് വേരിയൻ്റ് ആണ്. കാരണം മ്യൂസിക് സിസ്റ്റം അവൈലബിൾ ആയിരിക്കില്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല ORVMs, ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സും അവൈലബിൾ ആയിരിക്കില്ല, 14 ഇഞ്ച് വീൽസ് അവൈലബിൾ ആയിരിക്കും, ബോഡി കളർ ഡോർ ഹാൻഡിൽസും ORVO ആയിരിക്കും, ഡ്രൈവറിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. സേഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ VXI ഓപ്ഷണൽ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ZXi വേരിയൻ്റ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നോൺ ടച്ച് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM, സെൻട്രൽ ലോക്കിംഗ് വിത്ത് റിമോട്ട് കീ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. പ്രൈസിങ്ങിലേക്ക് നോക്കുമ്പോൾ VXI വേരിയൻറ്റിൻ്റെ പ്രൈസ് 5,39,000, ZXi വേരിയൻറ്റിൻ്റെ പ്രൈസ് 5,67,000 ആയിരിക്കും. എല്ലാ വാഹനങ്ങളുടെയും പ്രൈസ് കമ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വാഗണാറിൻ്റെ പ്രൈസ് ഇതിലില്ല, വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസാണ്. കൊച്ചി ബേസ്ഡ് ഓൺ ദ റോഡ് പ്രൈസും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ വാഹനങ്ങളിൽ 2020 ജൂലൈയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പക്ഷേ ഫുൾ ഡിസ്കൗണ്ട്സും ക്യാഷ് ഡിസ്കൗണ്ട്സ് ആയിരിക്കില്ല. എക്സ്ചേഞ്ച് ബോൺസ്, കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അടുത്തതായി എല്ലാ വാഹനങ്ങളുടെയും സേഫ്റ്റി റേറ്റിംഗ് നോക്കാം.
4 വാഹനങ്ങളും ഗ്ലോബൽ ഇൻക്യാപ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ടിയാഗോ ആണ് ഏറ്റവും സേഫസ്റ്റ് കാർ. കാരണം അഡൽട്ട് സേഫ്റ്റിയിൽ ടിയാഗോയ്ക്ക് മാത്രമാണ് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. ചൈൽഡ് സേഫ്റ്റിയിൽ ടിയാഗോയ്ക്ക് 3 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. വാഗണാറിനും സാൻഡ്രോയ്ക്കും അഡൽട്ട് സേഫ്റ്റിയിലും ചൈൽഡ് സേഫ്റ്റിയിലും 2 സ്റ്റാർ വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ സെലേറിയോ ക്രാഷ് ടെസ്റ്റിൽ ഫെയിലാണ്. 0 സ്റ്റാർസ് മാത്രമാണ് അഡൽട്ട് സേഫ്റ്റിയിൽ സെലേറിയോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ചൈൽഡ് സേഫ്റ്റിയിൽ 1 സ്റ്റാർ മാത്രമേ സെലേറിയോയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് സേഫ്റ്റി ഒരു മേജർ കൺസേൺ ആക്കി ടിയാഗോ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തതായി ഫൈനൽ വേർഡിക്റ്റ് നോക്കാം. നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് സെലേറിയോ VXi അല്ലെങ്കിൽ ZXi കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓൾമോസ്റ്റ് 30,000 രൂപ കൂടുതൽ ചിലവാക്കി ZXi വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സാൻഡ്രോ മാഗ്ന വേരിയൻറ്റിലും സെലേറിയോ ZXi വേരിയൻറ്റിലും വാഗണാർ VXi വേരിയൻറ്റിലും കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ വാഗണാർ VXi വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ കുറച്ച് ആഡ് ഓൺ ഫീച്ചേഴ്സായ റെയർ പാർക്കിംഗ് സെൻസേഴ്സ്, ഓപ്ഷണൽ വേരിയൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, 14 ഇഞ്ച് വീൽസ് വിത്ത് വീൽ ക്യാപ്പ്, ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ആൻഡ് ORVM അവൈലബിൾ ആയിരിക്കും. സാൻഡ്രോ മാഗ്ന വേരിയൻറ്റിൽ ആകെ സിംഗിൾ ഡ്രൈവർ സൈഡ് എയർ ബാഗ് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റ് ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ടിയാഗോ എടുക്കുന്നതാണ് നല്ലത്. കാരണം ടിയാഗോയിൽ നിങ്ങൾക്ക് ബാക്കി 3 വണ്ടികളെ വെച്ച് നോക്കുമ്പോഴും ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, ആഡ് ഓൺ സേഫ്റ്റി അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ആദ്യം കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.